കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ഗുരുതരമായ അനാസ്ഥ. ഒരു ഉപയോഗശൂന്യമായ കെട്ടിടം തകർന്നു വീഴുന്നു. ഒരു ഭാഗം ഒട്ടും പേടിക്കാനില്ല, അത് ഉപയോഗശൂന്യമായ കെട്ടിടമാണ്, അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് മന്ത്രിമാർ നേരിട്ടെത്തി പറയുന്നു. തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും അവർ മടങ്ങുകയും ചെയ്യുന്നു. തുടർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് അതിനിടയിൽ നിന്ന് കുടുങ്ങിയ നിലയിൽ ഒരു സ്ത്രീയെ കണ്ടെത്താൻ കഴിയുന്നതും അവരെ പുറത്തെടുക്കുന്നതും. പക്ഷേ അവർ മരിച്ചു എന്ന റിപ്പോർട്ട് വരുന്നു. തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു, 52 വയസ്സുള്ള ബിന്ദുവാണ് മരിച്ചത്. മകൾക്ക് കൂട്ടിരിക്കാൻ എത്തിയതായിരുന്നു ആശുപത്രിയിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭർത്താവ് വിശ്രുതൻ ബിന്ദുവിൻ്റെ മൃതദേഹം തിരിച്ചറിഞ്ഞു എന്ന സംഭവം, അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, കോട്ടയം മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥ. ഈ ഉപയോഗശൂന്യമായ ജീർണിച്ച കെട്ടിടത്തിലേക്ക് ആളുകൾ എങ്ങനെ എത്തി, അവരെന്തുകൊണ്ട് അവിടെ നിന്ന് തടഞ്ഞില്ല, നിരോധിച്ചില്ല, അവരെങ്ങനെ അവിടെ പ്രവേശിപ്പിച്ചു തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് അവിടെ എത്തിയ മന്ത്രിമാർ ഈ രക്ഷാപ്രവർത്തനം നടത്തിയ സംഘത്തെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായത്. BJP നേതാവ് ബി രാധാകൃഷ്ണ മേനോൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ, ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഗുരുതരമായ തെറ്റുകൾ, ഒന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ്, ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ്, മന്ത്രിമാർ നേരിട്ട് അവിടെ എത്തി ഈ രക്ഷാപ്രവർത്തനം നടത്തിയ സംഘത്തെയും അവിടെ ഉണ്ടായിരുന്ന പൊതുജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ലാഘവത്തോടെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, ഈ മന്ത്രിമാരടക്കം സത്യത്തിൽ ഈ സംഭവത്തിന്റെ പരിപൂർണ ഉത്തരവാദികളാണ്. അവരുടെ നിലപാടാണ് സത്യത്തിൽ ആ സ്ത്രീയുടെ മരണത്തിനിടയാക്കിയത്. മന്ത്രി ഈ ഒരു നിലപാട് മന്ത്രിമാർ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ സ്വാഭാവികമായും രക്ഷാപ്രവർത്തനത്തിനെത്തുന്ന ഉദ്യോഗസ്ഥരെ ആയാലും രക്ഷാപ്രവർത്തകരെ ആയാലും അതിന് പരിശോധിക്കാൻ പോലും പ്രേരണയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാക്കി. അപ്പൊ അവര് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവത്തിൽ ഒരു കുഴപ്പവുമില്ല, ആർക്കും ഒരു കുഴപ്പവുമില്ല, ഉപയോഗശൂന്യമായ ഒരു ബിൽഡിംഗ് ആണ് എന്ന് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ള 2 മന്ത്രിമാരും ഈ മരണത്തിന്റെ ഉത്തരവാദികളാണ്. സത്യത്തിൽ ഈ മരണത്തിൽ ആ മന്ത്രിമാരെ കൂടി പ്രതികളാക്കി കേസെടുക്കേണ്ട സാഹചര്യമാണുള്ളത്. കാരണം അവര് ആ ഒരു നിലപാടെടുത്തതാണ് ഈ സ്ത്രീയുടെ മരണത്തിനിടയാക്കിയത്. അങ്ങനെ ഒരു നിലപാടില്ലായിരുന്നുവെങ്കിൽ അടിയന്തര സ്വഭാവത്തിൽ അവിടെ കൂടിയ ആളുകൾ തന്നെ ആ സമയത്ത് അവിടെ ഒരു പരിശോധന നടത്തുകയും ഇങ്ങനെ ഈ സ്ത്രീയെ രക്ഷിക്കാൻ ഇടയാവുകയും ചെയ്യുമായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ദുരന്തത്തിന് 100% ഉത്തരവാദികൾ സർക്കാരും മന്ത്രിമാരുമാണ് എന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അതിദാരുണമായ ഈ സംഭവത്തിന്റെ ഗൗരവം ഒരു കാരണവശാലും നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഈ സംഭവത്തിൽ അങ്ങേയറ്റം ഒരു പ്രതിഷേധത്തിന്റെ സാഹചര്യം കേരളമാകമാനം ഉണ്ടായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഈ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഒരു ഡോക്ടർ മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ. അപ്പൊ ആ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലമാണ് ആരോഗ്യരംഗത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കാൻ ഈ അവസരത്തിൽ മാധ്യമങ്ങളെ പോലും പ്രേരിപ്പിച്ചത്. സത്യത്തിൽ ഇത്രയേറെ മാധ്യമ ശ്രദ്ധയുള്ള കോട്ടയം പോലെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഇടിഞ്ഞു വീഴാറായ കെട്ടിടം ഉപയോഗശൂന്യമായി എന്ന് ഇവർ പറയുമ്പോഴും ആളുകൾ അത് ഉപയോഗിക്കുന്ന സാഹചര്യം, ബാത്റൂം ആവശ്യത്തിനായാലും മറ്റ് വിശ്രമിക്കാനായാലും ഏത് കാര്യത്തിലായാലും ജനങ്ങൾ അത് ഉപയോഗിക്കുന്ന സാഹചര്യം മെഡിക്കൽ കോളേജിന്റെ പരിസരത്തുണ്ടായിരുന്നു എന്നാണല്ലോ ഈ മരണത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിക്കലും ആരോഗ്യമന്ത്രിക്കോ അതല്ലെങ്കിൽ കോട്ടയത്ത് ഈ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന സഹകരണ മന്ത്രി അദ്ദേഹത്തിനോ വാസവനോ ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. സത്യത്തിൽ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രസ്താവന നടത്തിയ, ഈ മരണത്തിനിടയാക്കുന്ന നിലപാടെടുത്ത മന്ത്രിമാർ രാജിവെക്കാൻ തയ്യാറാവണമെന്ന് ആവശ്യപ്പെടുകയാണ്. കാരണം അവരുടെ ആ ഒറ്റ നിലപാട് കൊണ്ടാണ് ഈ മരണം ഉണ്ടായിട്ടുള്ളത്. അതല്ലെങ്കിൽ അവരെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട്, ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവർ രാജിവെക്കാൻ തയ്യാറാവണം. അല്ലെങ്കിൽ അവരെ ഈ മരണത്തിന്റെ ഉത്തരവാദികൾ എന്നുള്ള നിലയിൽ അവരെ പ്രതികളാക്കി കേസെടുക്കാൻ പോലീസ് തയ്യാറാവണം. ഇതാണ് എനിക്ക് ആവശ്യപ്പെടാൻ.